അപ്പോൾ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടന്നാൽ പാകിസ്ഥാൻ്റെ പതാക ആരെങ്കിലും ഉയർത്തിപ്പിടിച്ചാൽ അതോടുകൂടി തന്നെ പിന്നെ ആകാശം മുടിഞ്ഞു വീഴുമെന്നുള്ള നിലയിലേക്കും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർത്തമാനം നടത്തിയാൽ ശത്രുവിൻ്റെ ഏജൻ്റാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നത് അതൊക്കെ തന്നെ ഈ ഒരു 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 പൊളിറ്റിക്കൽ ഒരു സ്കിസോഫ്രേനിയ എന്ന് പറയേണ്ടി വരും അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച്. ഇവിടെ നിഷാദ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കാര്യത്തിൽ അതിലൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് അവരുടേതായ ഒരു പ്രസ്താവനയെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇത്ര എണ്ണം കിട്ടിയാലും 100 കണക്കിന് എണ്ണം ഞങ്ങൾ പരിശോധിച്ചു തള്ളി സ്വർണ്ണം എന്നുള്ള നിലയിൽ ഇനിയൊരു 100 എണ്ണം അങ്ങനെ മറ്റു കാര്യങ്ങളെന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നും തൊട്ടിട്ടില്ല. അതവിടെ തന്നെ ഇരിപ്പുണ്ട്. വാസ്തവത്തിൽ ഈ നരേന്ദ്രദാസ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രദാസ് ദാമോദർ മോദി എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A 153B 295A ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 500 504 505 505(2) ഇപ്പറയുന്നതായിട്ടുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ലോകം മുഴുവനും ഇത് ഓഡിയോ വീഡിയോ ആയി വരികയും അച്ചടി മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ഇത് വരികയും ചെയ്യുമ്പോഴും ഇപ്പോൾ പ്രധാനമന്ത്രി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാൻ ഈ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നുണയിൽ കുരുത്ത് നുണയിൽ വളർന്ന് നുണയിൽ പുഷ്പിച്ച് അതിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കുന്ന നിലയിലാണ് BJP. എങ്ങനെയാണ് ഈ ഇന്ന് മോദിയുടേതായ രാഷ്ട്രീയ ഉദയം ഗുജറാത്തിൽ നിന്ന് വന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ചില ശതകോടീശ്വര കുടുംബങ്ങളുടെ അവരുടേതായിട്ടുള്ള ഉത്സാഹിയും സഹായികളുമായി പരസ്പരം അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമായി മാറിയത് കൊണ്ടാണ്. അങ്ങനെ മുഖ്യമന്ത്രിയായി വീണ്ടും മുഖ്യമന്ത്രിയായി വംശഹത്യയ്ക്കുള്ള അത്തരത്തിൽ ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കത്തക്ക നിലയിലേക്ക് ഗുജറാത്ത് മാറി. അത് ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് എങ്ങനെയാണോ ഹിറ്റ്ലർ നടത്തിയിരുന്നത് അതിൻ്റേതായിട്ടുള്ള ഇന്ത്യൻ പതിപ്പായി അത് മാറി. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷവും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ നോട്ട് നിരോധനമെല്ലാം വന്നതിന് ശേഷമുണ്ടല്ലോ ആളുകൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ. ഇത് ആരുടേതാണ് ഈ തീരുമാനം എന്നുള്ളതിന് ആരും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് കള്ളപ്പണം കണ്ടുകെട്ടാൻ, ഭീകരവാദത്തെ തടയാൻ, അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ, ഇവരെല്ലാം പിടികൂടി ഇനി ജയിലിൽ പോരാഞ്ഞിട്ടവരെല്ലാം മൈതാനങ്ങൾ വളഞ്ഞിടേണ്ടതായിട്ട് വരും. ഇതെല്ലാം അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ 2000 രൂപയുടെ നോട്ടെല്ലാം വരുമ്പോൾ അതിൽ ചിപ്പുണ്ട് എന്നും അതെല്ലാം ഭൂമിയിൽ കുഴിച്ചിട്ടാൽ പോലും ഉപഗ്രഹങ്ങൾ മുഖാന്തരം കണ്ടുപിടിക്കുമെന്നും നമ്മുടെ തന്നെ ചില ചാനൽ ചർച്ചകളിൽ BJPയുടെ ചില നേതാക്കൾ, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ആയിരുന്നില്ല അന്ന്, പലരും വന്ന് അത്തരത്തിൽ വീമ്പിളക്കി പോയതാണ്. ആ 2000 രൂപയുടെ നോട്ടുകളടക്കം പിന്നീട് അത് പിൻവലിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു 150ഓളം ആളുകൾ ATMന് മുമ്പിൽ ക്യൂ നിന്ന് മരണപ്പെട്ടു പോയവരടക്കം, അത് വാസ്തവത്തിൽ ഗവൺമെൻറ് നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതല്ലേ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പ്രധാനമന്ത്രി എന്താ അന്ന് മോദി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുചൊല്ലാമെന്ന് പറയുന്ന പഴയ സിനിമാ പാട്ടിൻ്റേതുപോലെ അദ്ദേഹം പറഞ്ഞത് 50 ദിവസം കൊണ്ട് ഇത് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോളൂ എന്നല്ലേ പറഞ്ഞത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എത്രമാത്രം അവർ കഷ്ടപ്പാടുകളും ഇതെല്ലാം ഉണ്ടായിരുന്നാലും അവരാരും ഈ പറയുന്ന അത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് പോയില്ല. വധശിക്ഷ എന്നുള്ളത് നമ്മളെല്ലാം എതിരാണ്. ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണല്ലോ ഞാൻ ഈ ആവർത്തിച്ചത്. ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ കാർഷിക ബില്ലുകൾ അത്തരത്തിൽ വരുമ്പോൾ കാർഷിക നിയമങ്ങളായി കൊണ്ടുവരുന്നതിന് ഓർഡിനൻസിനെ ബില്ലുകളായി കൊണ്ടുവന്ന് എങ്ങനെ പ്രതിപക്ഷ പാർട്ടികളിലെ MPമാരെ ആ വിധത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതിനോടൊപ്പമാണ് ഈ ലേബർ കോഡും കൂടി കൊണ്ടുവരുന്നത്, ഒറ്റയടിക്ക് കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തായിരുന്നു പറഞ്ഞത്? പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് എന്തായിരുന്നു? അവരെല്ലാം ദേശദ്രോഹികളാണ്, ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് സിഖ് മതത്തിൻ്റെ അഭിവന്ദനായ ഗുരുവിൻ്റെ ജന്മദിനത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് എത്ര പേരെ കൊന്നു, എത്ര പേര് നിത്യരോഗികളായി, അവരെല്ലാം എങ്ങനെയാണ് മാനം കെടുത്തിയത്? ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള മുറിവുകൾ ഉണങ്ങിയിട്ടില്ലല്ലോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് വാസ്തവത്തിൽ ഇതൊന്നും തന്നെ കുറ്റബോധത്തിൽ നിന്ന് അങ്കുരിച്ചതല്ല. ഇക്കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി ഹിറ്റ്ലർക്ക് ഗീബൽസ് എങ്ങനെയാണോ പ്രചരണ മോദിക്ക് കുറ്റബോധം ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല. മോദിയെ ഉണ്ടാക്കാവുന്ന പരിക്കുകൾ ഉണ്ടാക്കുക, ഇടയ്ക്ക് സത്യമായി ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡാമേജ് മോദിയുടെ ഉദ്ദേശമാണെന്നാണ്. അല്ല, വസന്ത്